വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇന്നും പറയുന്നത്. ഇത് വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അധികം ടെക്നോളജി ഒന്നും ആവശ്യമില്ല. സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നല്ല മാർക്കറ്റ് ഉണ്ട്. ആദ്യം അതൊന്ന് അന്വേഷിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഷോപ്പുകളിൽ ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, എങ്ങനെ വിൽക്കപ്പെടും, നല്ല രീതിയിൽ പോകുന്നുണ്ടോ, എന്താണ് വില, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് സ്വയമേവ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ചെയ്യാം. നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല രീതിയിൽ വിറ്റഴിയുന്ന പ്രോഡക്റ്റ് ആണ്. ഞാൻ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റിയാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വനില സോസ് ആണ്. ചെറിയൊരു ഐറ്റമാണ്. ഇതിന് വേണ്ടത് എന്താണ് എന്ന് കൂടെ പറയാം. ചെറിയ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. പാല് വേണം 500 മില്ലി, മുട്ട വേണം 5 എണ്ണം, പഞ്ചസാര വേണം 150 ഗ്രാം, ക്രീം വേണം 200 മില്ലി, വനില എസൻസ് വേണം 2 തുള്ളി. ഇത്രയും ഐറ്റമാണ് ഇതിന് വേണ്ടത്. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മുടെ മുട്ടയും പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ വരുന്നുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ. 100-150 രൂപയ്ക്കുള്ളിൽ വരുന്ന ഹാൻഡ് ബീറ്ററുകളുണ്ട്. അത് വെച്ച് നമ്മൾ കൈ കൊണ്ട് അടിച്ചെടുക്കാം. അല്പം കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഈ അടിച്ചെടുത്ത ക്രീമിനകത്തേക്ക് തിളപ്പിച്ച പാലൊഴിക്കണം. വീണ്ടും നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഈ മിശ്രിതം ചൂടാക്കണം. നല്ല ഒട്ടുന്ന പരുവമാവുമ്പോൾ വാങ്ങി വെക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ ക്രീമും വേണമെങ്കിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. നിങ്ങളുടെ വനില സോസ് റെഡിയായി കഴിഞ്ഞു. ഇത് മാർക്കറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ചുറ്റുപാടുമുള്ള ബേക്കറികളിൽ കൂടിയാണ്. മെയിൻലി അവരുമായിട്ട് സംസാരിക്കുക. ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട്, അത് അവർക്ക് സാമ്പിളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വനില സോസിന് നല്ല മാർക്കറ്റാണുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് തന്നെ എടുത്തുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ചെറിയ എമൗണ്ടിൽ തുടങ്ങാവുന്ന ബിസിനസ്സാണ്. വളരെ ചെറിയ എമൗണ്ട്, നമുക്കൊരു 1000 രൂപ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ പടിപടിയായിട്ട് നമ്മളുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.